അൽഹംദുലില്ലാ അങ്ങനെ നമ്മൾ 4 നോമ്പ് തുറന്നല്ലേ. അപ്പോൾ 4ാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കിയൊരു വീഡിയോ ആണിത്. അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ കുറച്ച് ഗ്ലാസ്സുകളൊക്കെ ഒന്ന് ടേബിളിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ബാങ്ക് കൊടുക്കാൻ ടൈമിൽ എങ്ങനെയായാലും ഭയങ്കര ചറപറ ഹറിബറിയായി പോകുന്നുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് മാറ്റി വെക്കുകയാണ്. പിന്നെ കുറച്ച് സ്പേസും കിട്ടുമല്ലോ. അപ്പം അതൊക്കെ ഒന്ന് 2-3 ഗ്ലാസ്സൊക്കെ ഒന്ന് എടുത്ത് ടേബിളിലോട്ട് വെച്ചിട്ടുണ്ട്. ഇന്നിപ്പം സ്നാക്കായിട്ട് ഉന്നക്കായ കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാണ്. അപ്പം ഇന്നലെ നമ്മൾ അതായത് റമദാൻ 3-ൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല. അപ്പം നല്ല ടയേർഡായിരുന്നു. പിന്നെ അധികം പ്രിപ്പറേഷനും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഒരു ചെറിയ നോമ്പ് തുറയായിരുന്നു കേട്ടോ. അപ്പം പ്രത്യേകിച്ച് അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റിയ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഭയങ്കര ടയേർഡുമായിരുന്നു. ഇവിടെ നല്ല ചൂടാണ് കേട്ടോ. അപ്പം ഭയങ്കര സഹിക്കാൻ പറ്റാത്ത ചൂടിലോട്ടായി വരുന്നുണ്ട്. അപ്പം നല്ല ചൂടുള്ള ടൈമിലും നമ്മുടെ നോമ്പൊക്കെ നല്ല റാഹത്താക്കി തരട്ടെ. പഴം ഇവിടെ സ്റ്റീമാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും കുറച്ച് ഈത്തപ്പഴമൊക്കെ ഇതിലൊന്ന് ഇട്ട് വെക്കാൻ വേണ്ടി വന്നതാണ്. അപ്പം ഇങ്ങനെ ആക്കി വെച്ചാൽ നമുക്ക് എടുക്കാൻ കുറച്ച് എളുപ്പമായിരിക്കുമല്ലോ. അപ്പോൾ 2 ഈത്തപ്പഴവും 1 നമ്മുടെ അത്തിപ്പഴയില്ലേ അതാക്കി വെച്ചെടുത്തിട്ടുണ്ട്. പിന്നെ 1 എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ടും വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ എടുത്ത് നമുക്ക് അപ്പോൾ കഴിക്കാമല്ലോ. അതായത് നമ്മൾ അത്താഴത്തിൻ്റെ ടൈമിൽ ഈത്തപ്പഴം കഴിക്കാറുണ്ട് കേട്ടോ. അപ്പം അതൊക്കെ പിന്നെ തപ്പിപ്പിടിച്ച് എടുക്കണ്ടല്ലോ. അപ്പം ഇങ്ങനെ നമ്മുടെ കൈയെത്തുന്ന സ്ഥലത്തുണ്ടെങ്കിൽ നമുക്ക് എടുക്കാൻ എളുപ്പമാണല്ലോ. അപ്പോൾ അങ്ങനെ ഒന്ന് ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ സാധാരണ ടൈമിൽ നമ്മൾ ഒരു 4-4:30 ആകുമ്പോൾ കിച്ചണിൽ വന്നാൽ മതി. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്നുണ്ട് കുറച്ച് മുമ്പേ തന്നെ വരണം കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് ഏകദേശം ഒരു 4:30 ആയി പോയിട്ടുണ്ട്. അപ്പം എല്ലാം പെട്ടെന്ന് ചെയ്ത് തീർക്കണം. പിന്നെ നമ്മുടെ ഡിന്നറിന് പുട്ടും ബീഫുമാണ് ഉണ്ടാക്കുന്നത്. അപ്പം പുട്ടിനുള്ള പൊടിയൊക്കെ ഒന്ന് കുഴച്ചിട്ട് സെറ്റാക്കി വെക്കാനുണ്ട്. എല്ലാം ഒന്ന് ഉണ്ടാക്കി സെറ്റാക്കുമ്പോഴത്തേക്കും നമ്മളാകെ ക്ഷീണിക്കുമല്ലേ. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ചൂടും ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ കിച്ചണിൽ നിന്ന് എങ്ങനെയൊക്കെ പണികൾ കഴിച്ചിട്ട് പോരാനാണ് തോന്നുക. അപ്പം ഇന്നും നല്ല ചൂടാണ് കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ചെറിയ മക്കളൊക്കെ ഉള്ളവരാണെങ്കിൽ നമുക്ക് ഒട്ടും റെസ്റ്റ് ഉണ്ടാവില്ല. എന്തെങ്കിലുമായിട്ട് അവർക്ക് ഫുഡ് കൊടുക്കുക, പിന്നെ അവരെ നോക്കണം. അങ്ങനെ അവരെ പിന്നാലെ നമ്മുടെ നോമ്പിൻ്റെ സമയമായാലും നമുക്ക് വലിയൊരു റെസ്റ്റ് കിട്ടുമെന്ന് തോന്നില്ല. അപ്പം അവരുടെ പിന്നാലെ തന്നെ നടക്കണമല്ലോ. അപ്പോൾ അവരുടെ ഫുഡ് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് ചെറിയ മക്കളൊക്കെ ഉള്ളവരാണെങ്കിൽ നമുക്ക് അങ്ങനെ കാര്യമായിട്ടുള്ളൊരു റെസ്റ്റ് നമുക്ക് കിട്ടാനുള്ള ചാൻസ് ഇല്ല. അപ്പോൾ റമദാൻ ടൈമിലും നമ്മൾ ശരിക്കൊരു പ്ലാനിങ്ങോട് കൂടി നമ്മൾ ചെറിയ മക്കളൊക്കെ ഉള്ളവർ ചെയ്താലേ നമ്മുടെ പണികൾ കഴിയത്തുള്ളൂ. അതുപോലെ നമുക്ക് നമ്മുടെ ഇബാദത്തും കാര്യങ്ങളൊക്കെ ചെയ്യാനും വേണ്ടിയിട്ടുള്ള സമയം കിട്ടത്തുള്ളൂ. ഇനിയിപ്പോൾ ഇതാ ബീഫ് കറിയൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാനുണ്ട്. അപ്പം കുക്കർ നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ സ്റ്റീലിൻ്റെ കുക്കറാകുമ്പോഴുള്ള പ്രശ്നം ഇതാണ്, ഭയങ്കരമായിട്ട് പെട്ടെന്ന് അങ്ങ് ഹീറ്റായി പോകും. അപ്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലോട്ട് ഗ്രാമ്പൂ, പട്ട, ഏലക്കായ ഇത് 3 കൂടെ ഒന്ന് ചൂടായ ശേഷം അതിലോട്ട് നമുക്ക് സവാള കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ 2 സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം. ഈ നോൺ വെജ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ വെളുത്തുള്ളി കുറച്ചധികം ചേർത്ത് കൊടുത്താൽ നമ്മുടെ കറിക്ക് നല്ലൊരു ഫ്ലേവർ തരും കേട്ടോ. അപ്പം ഇനിയിപ്പോൾ ഒരു 3 ടൊമാറ്റോ കൂടി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ ബീഫ് കറി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. അടിപൊളിയാണ്. നെയ്ച്ചോറിന്, അതുപോലെ ചപ്പാത്തി, പൊറോട്ട, പുട്ട് ഇതിനൊക്കെ നല്ലൊരു അടിപൊളി കറിയാണ്. ഇനിയിപ്പോൾ തക്കാളി കൂടെ അതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കാശ്മീരി മുളക് ഞാനിവിടെ ഒരു 2.5 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഫെനൽ പൗഡർ, പെരിഞ്ജീരകത്തിൻ്റെ പൊടി, ഗരം മസാല, പിന്നെ കുറച്ച് എരിവുള്ള മുളകില്ലേ നമ്മുടെ ചുവന്ന എരിവുള്ള മുളക് അതിൻ്റെ പൗഡറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. പിന്നെ ഈ കറിക്ക് കാശ്മീരി ചില്ലി പൗഡർ നിർബന്ധമാണ് കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ ആ ഒരു കളറ്, ആ ഒരു ലുക്ക് കിട്ടുക. ശരിക്കും ഈ കളർ നല്ല ചുവന്നിരിക്കുന്നതാകുമ്പോൾ നല്ല ഭംഗിയായിരിക്കും നമ്മുടെ കറി കാണാൻ. ഇനിയിപ്പോൾ ഇതാ കുറച്ച് മട്ടൻ നന്നായിട്ടൊന്ന് ചെറുതാക്കി കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 3/4 കപ്പോളം വെള്ളം കൂടി ചേർത്താൽ നമ്മുടെ കറിക്കുള്ള ഗ്രേവിയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇനിയിപ്പോൾ ഞാൻ കുക്കറിൽ ഒന്ന് വിസിലടിച്ച് കുക്ക് ചെയ്തെടുക്കട്ടെ. ഇതിപ്പോൾ സ്ലോ കുക്കായിട്ടാണ് കേട്ടോ എടുക്കുന്നത്. അപ്പം നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് ബീഫ് കിട്ടും. അപ്പോഴത്തേക്കും ഇതാ നമ്മുടെ പഴമൊക്കെ സ്റ്റീമായിട്ട് കിട്ടിയിട്ടുണ്ട്.
ഈ പഴം എടുക്കുമ്പോഴേ അറിയായിരുന്നു ഇത് കുറച്ച് പഴുത്തിട്ടുണ്ടെന്ന്, പണി പാളൊന്നും. അപ്പം ഇന്ന് ആണെങ്കിൽ കുറച്ച് ലേറ്റായിട്ടും ഉണ്ട്. എന്നാൽ ഇപ്പോൾ ഇത് വെച്ചിട്ട് ഒരു കളി കളിക്കാനുള്ള എല്ലാ പരിപാടിയും ഇന്നിപ്പോൾ കാണുന്നുണ്ട്. പഴം നന്നായിട്ട് പഴുത്തു പോയിട്ടുണ്ട് കേട്ടോ. സ്റ്റീമായി വരുമ്പോഴത്തേക്ക് ഒന്നും കൂടി അതൊന്നായിട്ട് കുഴഞ്ഞു പോയിട്ടുണ്ട്. ഒരു ഇടത്തരം പഴുപ്പാണല്ലോ നമ്മുടെ ഉന്നക്കായ്ക്ക് എടുക്കേണ്ടത്. അപ്പോഴാണല്ലോ നമുക്കത് ഒരു ഷേപ്പിലൊക്കെ വിചാരിച്ച പോലെയൊക്കെ ഒന്ന് റോളാക്കിയിട്ട് കിട്ടുള്ളൂ. അപ്പം ഇതും വെച്ചിട്ട് ഇന്ന് നല്ല ഇടങ്ങേറാവാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. പിന്നെ അറിഞ്ഞുകൊണ്ട് എന്തിനാ ഈ പണിക്ക് നിന്നെന്ന് വെച്ചാൽ ഇനിയിപ്പം ലേറ്റ് ആയല്ലോ, ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പം പിന്നെ ഈ സ്നാക്സ് ഉന്നക്കായ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചായിരുന്നു കിച്ചണിലോട്ട് വന്നത് കേട്ടോ. അപ്പം പിന്നെ അത് ഒരു റീതിങ്ക് ചെയ്തിട്ട് എന്തുണ്ടാക്കും എന്നുള്ള ഒരു പ്ലാനിങ് ഒക്കെ വേണമല്ലോ. അപ്പോൾ അതിനുള്ളൊരു സമയമില്ലാത്തതുകൊണ്ട് വരുന്ന പോലെ വരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഈ ഒരു പഴം സ്റ്റീം ചെയ്യാണ്ടി വെച്ചിരുന്നത്. അതിപ്പോൾ ആകെ ഇടങ്ങറായിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അതിനുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഫില്ലിങ് ഒന്ന് ഒരു കുറവും വരുത്തണ്ട. പഴം നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് റോളാക്കി എടുത്തല്ലേ പറ്റുള്ളൂ. അപ്പം അതിനോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് കിസ്മിസ് കാഷ്യൂ ഒക്കെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ തേങ്ങ കൂടി ചേർത്ത് ഒന്ന് സോട്ടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങ ഒരുപാടങ്ങ് ഉണങ്ങിപ്പോവണ്ട, അപ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഒന്ന് സോട്ടാക്കി എടുത്ത ശേഷം അതിലോട്ട് നമുക്ക് വേണ്ട പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 4 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ഈ ഒരു പാത്രം ഒരുപാട് പാത്രം എടുത്തിട്ട് കഴുകിയെടുക്കാൻ കഴിയാത്തത് കൊണ്ട് മടി കാരണം ആ ഒരു പാത്രത്തിൻ്റെ സൈഡിൽ തന്നെ 2 എഗ്ഗ് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഒന്ന് ചിക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ എല്ലാം കൂടി ഒന്ന് മിക്സാക്കിയാൽ നമ്മുടെ മിക്സിങ് റെഡിയാണ് കേട്ടോ അതിലേക്കുള്ള. അപ്പോൾ ഇനിയിപ്പോൾ ഇതാ പഴമൊക്കെ ഒന്ന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഒന്ന് ഉരുട്ടിയെടുക്കുന്നുണ്ട്. പക്ഷേ എനിക്കിത് നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ചെയ്യണോ നിങ്ങളെ കാണിക്കണോ വേണ്ടോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ എന്തായാലും ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറ്റുമല്ലോ, അപ്പോൾ എന്തായാലും ഒന്ന് ഇതൊക്കെ ഒന്ന് കാണിക്കണ്ടേ. അപ്പോൾ എല്ലാം ഒന്ന് തൽക്കാലം ഒന്ന് റോളാക്കി എടുത്തിട്ടുണ്ട്. ഈ പഴം വാങ്ങിക്കുമ്പം അത്യാവശ്യം കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. വീട്ടിലെത്തിയപ്പോഴാണ് ഇതിൻ്റെ ആ ഒരു ആളാകെ മാറി, പിന്നെ ആ ഒരു കറുത്ത് അങ്ങനെയൊക്കെ ആയിപ്പോയത്. എന്തായാലും അത്രയും പഴം നമുക്ക് എങ്ങനെയും ചിലവാക്കാൻ കഴിയില്ലല്ലോ. അപ്പം എന്തായാലും ഈ ഒരു പണിയിലോട്ട് തന്നെ ഇറങ്ങി. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇതൊക്കെ ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. പഴുത്ത പഴമാകുമ്പം നമുക്ക് റോൾ ചെയ്തെടുക്കാനും പറ്റില്ല. പിന്നെ അത്യാവശ്യം കുറച്ചൊരു ഓയിൽ കുടിക്കട്ടോ ഇത്. അതും ഒന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചില സ്നാക്സ് ഉണ്ടല്ലോ, കട്ട്ലറ്റ്, അതുപോലെ ഉന്നക്കായ, ഇങ്ങനത്തെ സ്നാക്സുകളുടെ അടിത്തറ തന്നെ ഫൗണ്ടേഷൻ തന്നെ ഇളകിപ്പോയാൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കാൻ. പിന്നെ ഒരാശ്വാസത്തിന് കട്ട്ലറ്റ് ഉണ്ടായിരുന്നു, അപ്പം റോൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അപ്പം ബാങ്ക് കൊടുക്കാനുള്ള സമയം ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ സ്നാക്സ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം ജ്യൂസും കൂടെ റെഡിയാക്കാനുള്ളൂ. അപ്പോൾ ജ്യൂസ് നമ്മുടെ ടെൻഡർ കോക്കനട്ട് അടിക്കുന്നുണ്ട്. സാധാരണ ഇവിടെ നമുക്ക് ഈ ഇളനീർ വാങ്ങിക്കുമ്പം അതിൻ്റെ കാമ്പ് കിട്ടില്ല. ഇവിടെ കാമ്പിന് മലായി എന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ അതധികം ഉണ്ടാവില്ല, ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ആ ഒരു പാട പോലത്തെ അതാണ് കിട്ടാറ്. അപ്പം ഇന്നിപ്പം ചോദിച്ച് വാങ്ങിച്ചെല്ലാം കൂടെ തേങ്ങ പോലെ ആയിട്ടുണ്ട്. അപ്പം കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ആക്കാം കേട്ടോ. അപ്പോൾ ഇതാ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ അൽഹംദുലില്ലാ നമ്മൾ നോമ്പെല്ലാം തുറന്നു കേട്ടോ, റാഹത്തായിട്ട് തുറന്നു. മതില്ലേ? അപ്പോൾ നമസ്കാരം ഊത്തൊക്കെ കഴിഞ്ഞ് തറാവിക്ക് കഴിഞ്ഞ ശേഷമാണ് അപ്പം ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നത്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 10 മണിയായിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇതിലോട്ട് ഒരു പണി കൂടെ ഉണ്ട്. ഇതിലോട്ട് ഒന്ന് വറവിട്ടെടുക്കാനുണ്ട്. അപ്പോൾ അതിന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട്
കുറച്ച് തേങ്ങ ചെറുതാക്കി കട്ട് ചെയ്തതും കറിവേപ്പിലയും കൂടി ചേർത്തിട്ടുള്ള ഒരു മിക്സാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ചെറുപയറും പുളിയും കൂടിയുള്ള കറിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നോമ്പ് തുറന്നു കഴിഞ്ഞാൽ പിന്നെ എന്തോ മല പോലെ വരും കേട്ടോ ക്ഷീണം. എന്താ വരുന്നതെന്ന് പറയാൻ പറ്റില്ല. അപ്പം ഭയങ്കര ക്ഷീണമാവും. നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെറുത് കഴിക്കുമ്പോഴത്തേക്ക് തന്നെ വയറെല്ലാം ഫില്ലായി എന്തൊക്കെയോ ഒരുമാതിരി ആയിരിക്കും കേട്ടോ. അപ്പോൾ ആ ഒരു അവസ്ഥയാണ് എനിക്കെപ്പോഴും ഉണ്ടാവാറ്. അധികം ഒന്നും കഴിക്കാനും പറ്റില്ല. എന്നാൽ 1-2 കാര്യങ്ങൾ എന്തെങ്കിലും കഴിക്കുമ്പോഴത്തേക്ക് തന്നെ വയറെല്ലാം ആകെ എന്തെല്ലോ ഒരു അവസ്ഥയായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ നോമ്പിൻ്റെ വിശേഷങ്ങൾ.